മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. യഹാന കൃഷ്ണയുമായി ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. ജാങ്കോ, നീ അറിഞ്ഞാ ഞാൻ നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് നടി അഹാന സഹകരിക്കുന്നില്ലെന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നയനയുടെ ആരോപണം ഏറെ ചർച്ചയായിരുന്നു. തന്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായിരിക്കാം. എന്നാൽ അതെല്ലാം നടന്നത് 3 വർഷം കഴിഞ്ഞെന്നും മാനുഷിക പരിഗണന വെച്ച് വരേണ്ടതായിരുന്നു എന്നുമായിരുന്നു നയന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് അഹാന. എന്നാലും ഒരാഴ്ചത്തെ മൗനം വെടിഞ്ഞ് അഹാന ഇന്നലെ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അതുവരെ മാന്യമായ ഒരു സ്ത്രീയാണെന്ന് ഞാൻ കരുതിയിരുന്ന മിസ് നൈന വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന ചില കാര്യങ്ങളുമായി മുന്നോട്ട് വന്നു. നൈന എന്റെ അമ്മയെ വിളിച്ചു. നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നൊക്കെയായിരുന്നു നൈന അപ്പം അമ്മയോട് പറഞ്ഞത്. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. അഹാന വളരെ നല്ല നടിയായിരുന്നു, പക്ഷെ അവളുടെ പെരുമാറ്റം വളരെ മോശമായി. വളരെ മോശമായിരുന്നു. അവൾ പ്രൊഫഷണൽ അല്ലായിരുന്നു. എപ്പോഴും വൈകിയാണ് സൈറ്റിൽ വന്നിരുന്നത്. ഷൂട്ടിംഗ് ദിവസങ്ങളിൽ അവൾ കറങ്ങാൻ പോകും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഷൂട്ടിംഗ് ദിവസങ്ങളിൽ അവൾ കറങ്ങാൻ പോകുമായിരുന്നു. മയക്കുമരുന്നിന് അടിമയായിരുന്നതിനാൽ അവൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഏതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ സൂനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. എന്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയാണ് എന്നാണ് നൈന പറഞ്ഞത്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? തന്നെ കുറിച്ച് ഇല്ലാക്കഥ പറഞ്ഞു വരുത്തിയെന്ന് സംവിധായകൻ തുറന്നു പറയുന്ന വോയിസ് റെക്കോർഡ് തന്റെ പക്കലുണ്ടെന്നും അഹാന പറഞ്ഞു. ഇന്നലെ നടന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത പക്ഷം താൻ സഹകരിക്കുമായിരുന്നു എന്നും അഹാന പറഞ്ഞു. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.